ശിവമായ രാത്രി, ശിവരാത്രി. ശിവം എന്നാൽ മംഗളം. അതുകൊണ്ട് ശിവരാത്രിക്ക് മംഗളരാത്രി എന്നാണ് അർത്ഥം. ദേവാസുരന്മാർ അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന ലോകനാശകരമായ കാളകൂട വിഷം ഭഗവാൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്തപ്പോൾ പാർവതീദേവി ഭഗവാൻ ശിവന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ച് ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പാർവതീദേവി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച ദിവസമായതുകൊണ്ട് ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കും എന്നാണ് ഒരു വിശ്വാസം. ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിച്ച് മംഗളം നൽകിയതുകൊണ്ട് ശിവരാത്രിക്ക് മംഗളരാത്രി എന്നും പറയുന്നു. ശിവോഹം. ശിവനും ഞാനും ഒന്നു തന്നെ എന്ന അദ്വൈത ചിന്തയാണ് ഇത്. അതുകൊണ്ട് നാശത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാവണം എന്ന സന്ദേശവും കൂടി ശിവരാത്രി നമുക്ക് നൽകുന്നു. ശിവനും ശക്തിയുമാണ് നമ്മുടെ അച്ഛനമ്മമാർ. ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തിമാരുടെ ഉപാസന സാധ്യമാക്കുന്ന നിരവധി മന്ത്രങ്ങളുണ്ട്. ശിവരാത്രിയുടെ മഹത്വവും ശിവരാത്രി ദിവസം ജപിക്കാവുന്ന ലളിതാ സഹസ്രനാമത്തിലെ 5 പ്രധാനപ്പെട്ട മന്ത്രങ്ങളുമാണ് ഇവിടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമന്റെ വംശമായ സൂര്യവംശത്തിൽ ചിത്രഭാനു എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മുജ്ജന്മത്തിൽ സുസ്വരൻ എന്ന വേടനായിരുന്നു. അയാൾക്ക് 5 പുത്രന്മാരും ഭാര്യയുമാണ് ഉണ്ടായിരുന്നത്. വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം കൊണ്ടാണ് അവൻ തൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്. ഒരു ദിവസം അയാൾക്ക് ഒരു മൃഗത്തെയും കിട്ടിയില്ല. അങ്ങനെ നിരാശനായി നടക്കുന്ന സമയം നേരം ഇരുട്ടിത്തുടങ്ങി. ആ സമയത്താണ് അയാൾക്ക് ഒരു മാനിനെ കിട്ടിയത്. കൂരിരുട്ടു കാരണം അയാൾക്ക് വഴിയും തെറ്റി. സിംഹത്തിൻ്റെയും കടുവയുടെയും മറ്റും ശബ്ദം അയാളെ ഭയപ്പെടുത്തി. പേടിച്ചുപോയ അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. അന്ന് ശിവരാത്രിയായിരുന്നു. അയാളുടെ ഭാഗ്യം കൊണ്ട് കയറിയിരുന്നതാകട്ടെ ഒരു കൂവളത്തിൻ്റെ മുകളിലും. താഴെ വീഴുമെന്ന പേടിയും വിശപ്പും കുട്ടികളെക്കുറിച്ചുള്ള ഓർമ്മയും അയാൾക്ക് അല്പം പോലും ഉറക്കം നൽകിയില്ല. നേരം നന്നായി പുലർന്നപ്പോൾ അവൻ താഴെ ഇറങ്ങി തൻ്റെ കുടിലിലേക്ക് പോവുകയും ചെയ്തു. സുസ്വരനെ കാണാഞ്ഞിട്ട് അവൻ്റെ ഭാര്യയും മക്കളും കണ്ണീരും കയ്യുമായി ആ രാത്രി കഴിച്ചുകൂട്ടി. ദുഃഖം കൊണ്ടും വിശപ്പ് കൊണ്ടും തളർന്നിരുന്ന അവർ ഈശ്വരനാമം ചൊല്ലി ആ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. നേരം വെളുത്ത ശേഷം മാനിനെയും കൊണ്ട് വേടൻ ചെല്ലുന്നത് കണ്ട് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് ഉണ്ടായത്. മാനിൻ്റെ മാംസം പാകം ചെയ്ത് ഭക്ഷിക്കാൻ വിളമ്പുന്ന നേരത്താണ് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ ഒരു അതിഥി അവിടെ എത്തിയത്. അവർ അദ്ദേഹത്തെ ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു. അതിനുശേഷം ആ വേടനും അവൻ്റെ വീട്ടുകാരും ആഹാരം കഴിച്ചു. അവർ അറിയാതെ തന്നെ മഹാശിവരാത്രി വ്രതവും പിറ്റേന്ന് അതിഥി ഭോജനവും നടത്തി. ഭക്ഷണം കഴിഞ്ഞ് അവർ വിശ്രമിക്കുന്ന സമയം ഭഗവാന്റെ ദൂതന്മാർ വന്ന് ആ കുടുംബത്തെ ശിവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് സുസ്വരനെ അവർ ശിവരാത്രി മഹാത്മ്യം പറഞ്ഞു കേൾപ്പിച്ചു. അവൻ ശിവഭക്തനായി അനേക വർഷങ്ങൾ ശിവഭഗവാന്റെ ലോകത്തും ബ്രഹ്മലോകത്തും വൈകുണ്ഠലോകത്തും സ്വർഗലോകത്തും സുഖമായി വസിച്ച ശേഷം ഭൂമിയിൽ ചിത്രഭാനു എന്ന നാമത്തോടെ ഇക്ഷ്വാകു വംശത്തിൽ ജനിക്കുകയും ചെയ്തു. സൗമിനി എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ കന്യകയുടെ കഥ കേട്ടാലോ? അച്ഛനമ്മമാർ വളരെ ലാളിച്ചു വളർത്തിയ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു സൗമിനി. സുന്ദരനായ ഒരു ബ്രാഹ്മണനായിരുന്നു അവളെ വിവാഹം കഴിച്ചത്. 5-6 മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഏതോ രോഗം ബാധിച്ച് മരിച്ചുപോയി. കുറച്ചു കാലം അവൾ പതിവ്രതയായി തന്നെ കഴിഞ്ഞു. അവളുടെ യൗവനത്താൽ വർദ്ധിച്ചു വന്ന വികാരം അവൾക്ക് അടക്കുവാൻ കഴിഞ്ഞില്ല. അവൾ വേശ്യാവൃത്തി കൊണ്ട് ജീവിതം നയിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ ഗർഭം ധരിച്ചതോടെ അവളെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ടു കൽപ്പിച്ച് പുറത്താക്കുകയും ചെയ്തു. അവൾ ആരോരുമില്ലാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ
ഒരു ശൂദ്രൻ അവളെ കാണുകയും ഭാര്യയാക്കി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ ആചാരങ്ങളെല്ലാം മാറി. ഭർത്താവ് വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസം മദ്യപിച്ച് മതോന്മത്തയായ സൗമിനിക്ക് ആടിൻ്റെ മാംസം കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി. അവൾ വാളുമായി പശുക്കളുടെ തൊഴുത്തിൽ ചെന്ന് ആടാണെന്ന് വിചാരിച്ച് ഒരു പശുക്കുട്ടിയെ കൊന്ന് വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിളക്കിൻ്റെ മുമ്പിലിട്ടു. ശിവ ശിവ, അയ്യോ, ഞാൻ എന്താണ് ചെയ്തത്? ഒരു പശുവിൻ്റെ ശിശുവാണല്ലോ ഇത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ സ്തബ്ധയായി കുറച്ചുനേരം ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ പകുതി മാംസം മുറിച്ചെടുത്ത ശേഷം ആ രാത്രിയിൽ തന്നെ പശുക്കുട്ടിയുടെ ശവം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട്, അയ്യോ, ഒരു പുലി വന്നെൻ്റെ പശുവിനെ തിന്നുന്നേ, ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അയൽക്കാർ ആരൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കിയപ്പോൾ പുലിയെ കണ്ടില്ല. എങ്കിലും പശുവിൻ്റെ കുറച്ചു ഭാഗം അവിടെ കിടക്കുന്നത് കണ്ടു. അവർ ദുഃഖത്തോടെ പലതും പറഞ്ഞുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങി. സൗമിനിയുടെ ഭർത്താവ് പിറ്റേ ദിവസം വന്നു. അയാൾ രാത്രിയിൽ ഉണ്ടായ സംഭവം അറിഞ്ഞ് വളരെ ദുഃഖിച്ചു. സൗമിനി ഏകദേശം 30 വർഷത്തോളം ശൂദ്രന്റെ പത്നിയായി ജീവിച്ചു. വാർദ്ധക്യം ബാധിച്ച് അവൾ പരലോകപ്രാപ്തയായി. അവളുടെ കർമ്മത്തിനനുസരിച്ച് യമകിങ്കരന്മാർ സൗമിനിയെ നരകത്തിലിട്ട് വല്ലാതെ കഷ്ടപ്പെടുത്തി. അതിനുശേഷം അവൾ ചണ്ഡാല കുലത്തിൽ അന്ധയായി ജനിച്ചു. കറുത്തിരുണ്ട് അല്പം പോലും സൗന്ദര്യമില്ലാതിരുന്ന അവളെ മാതാപിതാക്കൾക്ക് പോലും ഇഷ്ടമല്ലായിരുന്നു. പട്ടികൾക്കും പശുക്കൾക്കുമൊക്കെ കൊടുക്കുന്ന പഴങ്കഞ്ഞിയുടെ അവശിഷ്ടമായിരുന്നു അവൾക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. 8 വയസ്സുവരെ അവൾ വീട്ടിൽ ഒരുവിധം കഴിഞ്ഞുകൂടി. ആ ഇടയ്ക്ക് കഠിനമായ കുഷ്ഠരോഗവും ക്ഷയവും അവളെ ബാധിച്ചു. അവളുടെ ആകൃതി കൂടുതൽ വികൃതമായി. അതുകൊണ്ട് അവളെ ആ വീട്ടുകാർ ഒരു കാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. ഭക്ഷണം കിട്ടാതെ, വിശപ്പടക്കാൻ പറ്റാതെ അവൾ എവിടുന്നോ കിട്ടിയ ഒരു ചട്ടിയുമെടുത്ത് പട്ടണത്തിൽ ചെന്ന് യാചിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ശിവരാത്രി ദിവസം 4 ദിക്കുകളിൽ നിന്നും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഗോകർണത്തേക്ക് പോകുന്നതായി അവൾ അറിഞ്ഞു. ധാരാളം ഭക്ഷണവും വസ്ത്രങ്ങളും കിട്ടും എന്ന ആഗ്രഹത്തോടു കൂടി അന്ധയായ ആ ചണ്ഡാലിയും വടിയും കുത്തിപ്പിടിച്ച് ഗോകർണ ക്ഷേത്രത്തിലെത്തി. അവിടെ ചെന്നിട്ടും ശിവരാത്രി ആയതുകൊണ്ട് അവൾക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അവൾ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കിടന്ന് വിശപ്പും ദാഹവും സഹിക്കാതെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ ഭഗവാനെ, എനിക്ക് ഭക്ഷണത്തിന് വകയില്ല. ബന്ധുക്കളായിട്ട് ആരും തന്നെയില്ല. എൻ്റെ കർമ്മഫലം കൊണ്ട് ഞാൻ ഇതുവരെ പ്രസവിച്ചതുമില്ല. ഭഗവാനെ, ഈശ്വര, ഞാൻ ഇനിയും എത്രമാത്രം കഷ്ടപ്പെടണം? വലിയ കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് ഞാൻ നട്ടം തിരിഞ്ഞു. ഭഗവാനെ, ഇനിയും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. അഗതിയായ അടിയൻ്റെ എല്ലാ അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണമേ. അവിടുന്ന് കരുണാവാരിധിയാണല്ലോ. അവൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് കൈകൾ നീട്ടി യാചിച്ച് നടന്നപ്പോൾ ഏതോ ഒരു ഭക്തൻ അവൾക്ക് 2-3 കൂവളത്തിൻ്റെ ഇലകൾ ആ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. അതവൾ മണത്തു നോക്കി. തിന്നുവാൻ കൊള്ളുകയില്ല എന്ന് മനസ്സിലായി. അവൾ അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവളുടെ മഹാഭാഗ്യം, അവൾ എറിഞ്ഞ ആ കൂവളത്തിലകൾ ഭഗവാന്റെ ശിവലിംഗത്തിലാണ് ചെന്നു പതിച്ചത്. ഊണും ഉറക്കവും വെടിഞ്ഞ് തൻ്റെ സങ്കടങ്ങളും പറഞ്ഞ് ഈശ്വരനെ വിളിച്ചുകൊണ്ട് ശിവലിംഗത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്തതിനാൽ അവൾക്ക് ശിവരാത്രി വ്രതത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ അന്നദാനാദികൾ ദാനം ചെയ്യാത്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ പട്ടിണി കൊണ്ട് അവൾക്ക് നട്ടം തിരിയേണ്ടതായി വന്നത്. അതുപോലെ പശുവിനെ കൊന്നതുകൊണ്ട് ചണ്ഡാലിയായി ജനിക്കുകയും ചെയ്തു. വേശ്യാവൃത്തി ആചരിച്ചതുകൊണ്ടാണ് പരസഹായമില്ലാതെ രോഗം പിടിപെട്ടത്. ശിവരാത്രി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം ദേവകളും മനുഷ്യരും അവരവരുടെ ലോകത്തേക്ക് മടങ്ങുവാൻ തയ്യാറായി. എന്നാൽ ചണ്ഡാലിയാകട്ടെ ശരീരം തളർന്ന് മിണ്ടാൻ പോലും വയ്യാതെ കിടക്കുന്നു. അവളുടെ അന്ത്യകാലമടുത്തു.
ആ സമയം ശിവലോകത്തു നിന്നും ഭഗവാന്റെ ദൂതന്മാർ ഒരു ദിവ്യമായ വിമാനത്തിൽ അവിടെ എത്തി. അവളെ എടുത്ത് വിമാനത്തിൽ കയറ്റിയ ശേഷം ശിവരാത്രി മഹാത്മ്യം അവൾക്ക് അവർ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അവൾക്ക് ശിവരാത്രി വ്രതം മൂലം മോക്ഷപ്രാപ്തിയുണ്ടായി. ശിവപുരാണത്തിലുള്ള ഒരു കഥ കൂടി നമുക്ക് കേൾക്കാം. പണ്ട് ദുഷ്ടനായ ഒരു വേടനുണ്ടായിരുന്നു. അനേകം നിരപരാധികളായ ജീവികളെ കൊന്ന് കുടുംബം പുലർത്തി വന്നു. ഒരിക്കൽ ഒരു ദിവസം ഒന്നും കിട്ടിയില്ല. അയാൾ ഒരു കുളത്തിൻ്റെ കരയിൽ ചെന്നിരുന്നു. ആ സ്ഥാനത്ത് ഒരു കൂവളത്തിൻ്റെ ചുവട്ടിൽ ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ മരത്തിൽ കയറി ഇരിപ്പിടം തയ്യാറാക്കുന്നതിനായി കൂവളത്തില ധാരാളമായി ഒടിച്ചു താഴേക്കിട്ടു. അവ വീണ് ശിവലിംഗം പൂർണ്ണമായും മൂടി. പകൽ മുഴുവൻ വിശന്നു പൊരിഞ്ഞു നടന്ന ആ വേടൻ ഒരു തരത്തിൽ അങ്ങനെ ശിവരാത്രി വ്രതം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാത്രി വളരെ കഴിഞ്ഞു. ഒരു ഗർഭിണിയായ പേടമാൻ തുള്ളിച്ചാടി ആ വഴി വന്നു. അതിനെ കണ്ട് വേടൻ അമ്പു തൊടുത്തു. ആ മാൻ ദയനീയമായി അവനോടിങ്ങനെ അപേക്ഷിച്ചു: ഞാൻ ഗർഭിണിയാണ്. പ്രസവ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ദയവായി അങ്ങ് എന്നെ കൊല്ലരുത്. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ഉടനെ വരാം. ആ വേടൻ മാനിൻ്റെ അപേക്ഷ സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പേടമാൻ ആ സ്ഥലത്ത് വന്നു. അതിനെ കണ്ട് വേടൻ വേഗം തന്നെ അമ്പു തൊടുത്തു. ആ മാൻ അപ്പോൾ പറഞ്ഞു: ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദയവായി എന്നെ കൊല്ലരുതേ. ഭർത്താവിനെ കണ്ട ശേഷം ഞാൻ തീർച്ചയായും നിന്റെ അടുത്തേക്ക് വരാം. ആ മാനിൻ്റെ വാക്കുകളും അവൻ സ്വീകരിച്ചു. രാത്രിയുടെ 3-ാം യാമത്തിൽ മറ്റൊരു പേടമാൻ തൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുമായി ആ കുളത്തിൽ വെള്ളം കുടിക്കാനെത്തി. അതിനെ കണ്ട ഉടനെ തന്നെ വേടൻ അമ്പും വില്ലുമെടുത്തു. അപ്പോൾ ആ പേടമാൻ ദയനീയമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിച്ച് അവരുടെ അച്ഛൻ്റെ അടുക്കലാക്കിയിട്ട് വരാം. എന്നിട്ട് എന്നെ കൊന്നോളൂ. അവളുടെ കരച്ചിൽ കണ്ട് ദയ തോന്നി അതിനെയും അവൻ വിട്ടയച്ചു. നേരം പ്രഭാതമായി. കൊഴുത്തു തടിച്ച കരുത്തുറ്റ ഒരു കലമാൻ അവിടെ എത്തി. വേടൻ പതിവ് പോലെ വില്ലിൽ അമ്പു തൊടുത്തു. അത് കണ്ട ഉടനെ ആ മാൻ പറഞ്ഞു: എന്നേക്കാൾ മുമ്പേ വന്ന 3 പേടമാനുകളെ നീ കൊന്നു എങ്കിൽ എന്നെയും കൊന്നുകൊള്ളുക. അല്ല, അവയെ കരുണയോടെ വിട്ടയച്ചു എങ്കിൽ അവ ഞാനുമായി ചേർന്ന ശേഷം ഞാൻ മരിക്കാം. ഞാൻ അവരുടെ സഹചാരിയാണ്. ദയാപൂർവമായ ആ അപേക്ഷ കേട്ട് വേടൻ അതിനെയും വിട്ടയച്ചു. പകൽ മുഴുവൻ പട്ടിണി, രാത്രി മുഴുവൻ ഉറക്കമിളപ്പ്, ശിവലിംഗത്തിൽ കൂവളത്തില കൊണ്ടുള്ള അർച്ചന. ഈ കാരണങ്ങൾ കൊണ്ട് അവൻ്റെ മനസ്സ് പരിശുദ്ധമായി. മാനുകളെല്ലാം തിരിച്ചു വന്നിട്ടും അയാൾ അവയെ കൊല്ലാൻ കൂട്ടാക്കിയില്ല. ഭഗവാൻ ശ്രീ മഹാദേവന്റെ ശക്തിയാൽ ആ വേടൻ്റെ ഹൃദയം പവിത്രമായി. മാനുകളുമായി ചേർന്ന ശേഷം വന്ന ആൺമാൻ വേടൻ്റെ അടുക്കലെത്തി സത്യസന്ധത തെളിയിച്ചു. സത്യസന്ധതയിൽ പ്രചോദിതനായ വേടൻ അതിനെയും വിട്ടയച്ചു. അയാൾ തൻ്റെ പ്രവർത്തികളിൽ ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. സ്വർഗലോകത്തുനിന്ന് ദേവന്മാർ വേടനെ പ്രശംസിച്ചു. ഭഗവാൻ ശങ്കരൻ 2 പുഷ്പക വിമാനങ്ങൾ അയച്ച് ആ മാൻകൂട്ടത്തെയും വേടനെയും ശിവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി നമുക്ക് ശിവരാത്രി ദിവസം ജപിക്കാവുന്ന ലളിതാ സഹസ്രനാമത്തിലെ 5 മന്ത്രങ്ങൾ നോക്കാം. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് ശിവനും ശക്തിയും. അതുകൊണ്ട് ശിവശക്തി സ്വരൂപിണിയായ അഥവാ അർദ്ധനാരീശ്വരനായ ഭഗവാനെയോ ശിവപാർവതിമാരെയോ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് അതിവിശിഷ്ടങ്ങളായ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനീ ലളിതാ സഹസ്രനാമത്തിലെ 33-ാമത്തെ മന്ത്രമാണ് ഇത്. കാമേശ്വരൻ്റെ, ശ്രീ മഹാദേവൻ്റെ പ്രേമമാകുന്ന രത്നമണിക്ക് പ്രതിപണമായ, എതിർപണമായ, അതായത് പകരം കൊടുത്ത സ്തനങ്ങളോടുകൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. കാമേശ്വരൻ്റെ പ്രേമത്തെ ഒരു രത്നമണിയായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആ രത്നത്തിന് പകരമായി കൊടുത്തിട്ടുള്ള പ്രതിഫലമാണ് അമ്മയുടെ മുലകൾ.
മണി എന്ന പദം സ്തനങ്ങളുടെ വിശേഷണമായി പറയുന്നു. ഒരു രത്നത്തിന് പ്രതിഫലമായിട്ട് 2 രത്നങ്ങളാകുന്ന സ്തനങ്ങൾ കൊടുത്തിട്ടുള്ള വിക്രയത്തിൽ കാമേശ്വരന് അമ്മയുടെ നേർക്കുള്ള അനുരാഗത്തിനു പകരമായി രാഗം മാത്രമല്ല, അമ്മയുടെ പാതിവ്രത്യം കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാമേശ്വരന്റെ ഉത്തമമായ പ്രേമത്തിന് പ്രതിഫലമായി നൽകിയ സ്തനങ്ങളോടുകൂടിയവൾ എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നു. കാമേശ്വര ഭഗവാന് അമ്മയോടുള്ള അമിതമായ പ്രേമത്തിന് അതിലും ഇരട്ടിയായിട്ട് അങ്ങോട്ടും സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നതിനാണോ ഈ 2 സ്തനങ്ങൾ കാഴ്ചവച്ചത് എന്ന അതിശയോക്തി കലർന്ന ചോദ്യരൂപത്തിലുള്ള ഒരു അർത്ഥം കൂടി വാഗ്ദേവതകൾ ഈ നാമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തന്യൈ നമഃ. ഓം ഓം ഹ്രീം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തന്യൈ നമഃ. അറിവും കാരുണ്യവുമാകുന്ന അമൃതിൻ്റെ നിറകുടങ്ങളാകുന്ന അമ്മയുടെ സ്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അതിവിശിഷ്ടമായ മന്ത്രമായതുകൊണ്ട് തന്നെ ഈ മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഭൂതിയും ഐശ്വര്യങ്ങളും എത്ര പറഞ്ഞാലും തീരാത്തത്രയുമാണ്. എന്നും എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണിത്. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ മന്ത്രങ്ങളും അതിവിശിഷ്ടമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹാമൃതം മുഴുവനായും ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് ഈ മന്ത്രം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അർദ്ധനാരീശ്വര രൂപം ധ്യാനിച്ചുകൊണ്ട് ശിവരാത്രി ദിവസം ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവകാമേശ്വരാംഗസ്ത എന്ന ലളിതാ സഹസ്രനാമത്തിലെ 52ാമത്തെ മന്ത്രമാണ് അടുത്തത്. ശിവനായ കാമേശ്വരന്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ശിവനായ കാമേശ്വരന്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ശിവശക്തി ചൈതന്യങ്ങളുടെ സമ്പൂർണമായ ആവാഹനവും ഈ നാമത്തിലൂടെ സംഭവിക്കുന്നു. ദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അമ്മയെ പരിഗ്രഹിക്കുവാനായി ജ്ഞാനസ്വരൂപിയും മംഗളാകാരനുമായ ശ്രീ മഹാദേവൻ അതിസുന്ദരനായ കാമേശ്വരനായി അവതാരം ചെയ്തു. അമ്മയുടെ ഇരിപ്പിടം കാമേശ്വരൻ്റെ ഇടത്തെ തുടയിലാണ്. കാമം എന്ന വാക്കിന് ആഗ്രഹം എന്നാണ് സാമാന്യമായ അർത്ഥം. ജഗത്സു കാമരൂപത്വേ ത്വൽസമോ നൈവ വിദ്യതേ അതസ്ത്വം കാമനാമാപി ഖ്യാതോ ഭവ മനോഭവ. ജഗത്തിൽ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവർ അങ്ങയ്ക്ക് തുല്യമായിട്ട് ആരും തന്നെയില്ല. അതുകൊണ്ട് അല്ലയോ മനസ്സിൽ ജനിച്ചവനെ, അങ്ങ് കാമൻ എന്ന പേരിൽ അറിയപ്പെടും. അതുകൊണ്ട് കാമ എന്ന പദത്തിന് കമനീയതമമായ രൂപം ഉള്ളവൻ എന്നും ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിവുള്ളവൻ കാമരൂപി എന്നും അർത്ഥമുണ്ട്. കാമദേവനെ കുറിക്കുന്ന കാമശബ്ദം ഈ അർത്ഥത്തിലാണ്. കാമദേവനും ഈശ്വരനായവൻ, കാമനെ കീഴടക്കിയവൻ, ഏറ്റവും കമനീയമായ രൂപം ഉള്ളവൻ, കാമരൂപിയായവൻ എന്നിങ്ങനെ കാമേശ്വര ശബ്ദത്തിന് അർത്ഥം വരുന്നു. കാമ എന്ന പദത്തിന് പ്രജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ കാമേശ്വരൻ എല്ലാ അറിവിനും ഈശ്വരനാകുന്നു. വേറെ ഒരു വ്യാഖ്യാനം ജഗത്തിനെ സൃഷ്ടിക്കാൻ ഇച്ഛയോടുകൂടിയ ഈശ്വരൻ കാമേശ്വരൻ എന്നാണ്. അർത്ഥം ഏതു സ്വീകരിച്ചാലും അപ്രകാരമുള്ള കാമേശ്വരൻ്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അംഗസ്ഥ എന്ന പദത്തിന് ശിവന്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്ന് അർത്ഥം വരും. ശിവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, ശിവനിൽ നിന്ന് അഭിന്നയായവൾ,
ശിവന്റെ ഇച്ഛാശക്തി, ശിവന്റെ ചൈതന്യമായവൾ, പരാശക്തിയായവൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം. ലളിതോപാഖ്യാനത്തിൽ ബ്രഹ്മാദിദേവന്മാർ അമ്മയെ ഇങ്ങനെ സ്തുതിക്കുന്നു. കാമേശ്വരാംഗസ്ഥ സദാ നിവാസേ കാലാത്മികേ കന്ദളിതാനുകമ്പേ കൽപ്പാവസാനോദ്ധിത കാളിരൂപേ കാമപ്രദേ കൽപ്പലതേ നമസ്തേ. ഓം ശിവകാമേശ്വരാംഗസ്ഥായൈ നമഃ. ഓം ഓം ഹ്രീം ശിവകാമേശ്വരാംഗസ്ഥായൈ നമഃ. ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് ഇത്. അർദ്ധനാരീശ്വര രൂപത്തിലും ശിവന്റെ മടിയിൽ പാർവതീദേവി ഇരിക്കുന്നതായും സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. ഭാര്യയും ഭർത്താവും ഈ മന്ത്രം ഒരുമിച്ചിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം. ശിവരാത്രി ദിവസം ഈ മന്ത്രം 101 പ്രാവശ്യം ഇങ്ങനെ ഭർത്താവിനു സമീപത്തായി ഭാര്യയും ചേർന്നിരുന്ന് രാവിലെയോ വൈകുന്നേരമോ ജപിക്കുകയാണ് എങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും പിരിയാത്ത തരത്തിലുള്ള ആത്മബന്ധവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. നവദമ്പതികൾക്ക് മാതാപിതാക്കൾ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ഇതുപോലെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയാതെ ജീവിക്കുന്നതാണ്. സദാശിവ 272 ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രമാണ് ഇത്. സദാശിവനിൽ നിന്നും അഭിന്നയായവൾ, അതായത് സദാശിവൻ തന്നെയായിട്ടുള്ള ദേവി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ, ഇവയാണ് 25 തത്വങ്ങൾ. ഇവയിൽ 25ാമത്തെ തത്വമാണ് സദാശിവൻ. ആ തത്വസ്വരൂപിണിയായതുകൊണ്ട് സദാശിവ, അതായത് സദാശിവനും ശക്തിയും ചേരുമ്പോൾ 26ാമത്തെ തത്വമായി മാറുന്നു. എപ്പോഴും മംഗളം നൽകുന്നവനാണ് സദാശിവൻ. പരബ്രഹ്മത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു ഭാവമാണല്ലോ കരുണ. ശിവനിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒന്നല്ല അമ്മ. അതുകൊണ്ട് അമ്മ എപ്പോഴും അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ മന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കുന്നവർക്ക് ആഗ്രഹസാധ്യം വളരെ എളുപ്പമാണ്. ഓം സദാശിവായൈ നമഃ. ഓം ഓം ഹ്രീം സദാശിവായൈ നമഃ. വാഗ്ദേവതകൾ അലങ്കാരങ്ങൾ കൊണ്ട് അതിമനോഹരമായി ചെയ്തു വച്ചിട്ടുള്ള ഒരു മനോഹരമായ ചിത്രം, അതാണ് അടുത്ത നാമമന്ത്രം. ലളിതാ സഹസ്രനാമത്തിലെ 403ാമത്തെ മന്ത്രമാണ് അത്. മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. മഹാകാമേശൻ എന്നാൽ കാമേശ്വര ഭഗവാൻ. നയനം എന്ന പദത്തിന് കണ്ണ് എന്ന് അർത്ഥം. കുമുദം കൈരവേ രക്തപങ്കജേ കുമുദ കപൗ. കുമുദം എന്നതിന് ആമ്പൽപ്പൂവ്, ചെന്താമര, കുരങ്ങ് എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. ആഹ്ലാദം, വലിയ സന്തോഷം. കൗമുദ കാർത്തികേയമാസി ചന്ദ്രികായാം ച കൗമുദി. കൗമുദി എന്ന പദത്തിന് കാർത്തിക മാസത്തിലെ പൗർണമി എന്നും നിലാവ് എന്നും അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി എന്ന മനോഹരമായ മന്ത്രത്തിന് മഹാകാമേശന്റെ നയനങ്ങളാകുന്ന കുമുദങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ എന്ന് അർത്ഥം. മഹാകാമേശ്വര ഭഗവാന്റെ ആമ്പൽപ്പൂ പോലെയുള്ള കണ്ണുകളെ സന്തോഷിപ്പിക്കുന്ന നിലാവായിട്ടുള്ള ദേവി. മഹാകാമേശ്വര ഭഗവാന്റെ ആമ്പൽപ്പൂ പോലെയുള്ള മനോഹരമായ കണ്ണുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാർത്തിക മാസത്തിലെ പൗർണമിചന്ദ്രന്റെ പൂനിലാവായിട്ടുള്ളവൾ
അതിമനോഹരമായി അമ്മയെ ഈ നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ വർണ്ണിച്ചിരിക്കുന്നു. കാമേശ്വര ഭഗവാന്റെ കണ്ണുകളെ ആമ്പൽപ്പൂക്കളായിട്ടും അമ്മയെ കൗമുദി കാർത്തിക മാസത്തിലെ പൗർണമിയായിട്ടും ഇവിടെ രൂപണം ചെയ്തിരിക്കുന്നു. ചന്ദ്രികയില്ല എങ്കിൽ ആമ്പൽപ്പൂ വിരിയുകയില്ല. അതുപോലെ അമ്മയുടെ ദിവ്യമായ രൂപമാകുന്ന ചന്ദ്രികയേൽക്കാതെ കാമേശ്വര ഭഗവാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? അങ്ങനെയും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട്. ഓം മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദ്യൈ നമഃ. ഓം ഓം ഹ്രീം മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദ്യൈ നമഃ. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് കാമേശ്വരൻ എങ്ങനെയാണോ സന്തോഷം ഉണ്ടാകുന്നത് അതുപോലെയുള്ള സുഖവും സന്തോഷവും ഭക്തർക്കും കിട്ടുന്നതാണ്. അത്യാനന്ദം പ്രദാനം ചെയ്യുന്ന ഈ മന്ത്രത്തിന് നൽകുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. എത്ര കഠിനമായ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന അതിവിശിഷ്ടമായ ഒരു മന്ത്രമാണിത്. ആദിപരാശക്തിയായ മഹാദേവിയുടെ കാരുണ്യം എല്ലാ ഭക്തരിലും കാർത്തിക മാസത്തിലെ പൂനിലാവായി സന്തോഷ കൗമുദിയായി പരിലസിക്കട്ടെ. ശിവമൂർത്തി 407 ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. ശിവമൂർത്തിയായവൾ, ശിവൻ തന്നെ മൂർത്തിയായവൾ, മംഗളസ്വരൂപിണി. ഇങ്ങനെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. പരബ്രഹ്മം മംഗളം തന്നെയാകുന്നു. ബ്രഹ്മതത് മംഗളം പരം, മംഗളം തന്നെ മൂർത്തിയായിട്ടുള്ള ദേവി. ശിവ എന്നതിന് മംഗളസ്വരൂപ എന്നും മൂർത്തിക്ക് ആകൃതി എന്നും അർത്ഥം. അങ്ങനെ വരുമ്പോൾ ശിവമൂർത്തി എന്ന പദത്തിന് മംഗളസ്വരൂപിണി എന്ന അർത്ഥം സിദ്ധിക്കുന്നു. ശിവ എന്ന പദത്തിന് മോക്ഷം എന്നും അർത്ഥമുണ്ട്. മൂർത്തി എന്നതിന് സ്വരൂപം എന്നും. അങ്ങനെ ശിവമൂർത്തി എന്നതിന് മോക്ഷസ്വരൂപിണി എന്നും അർത്ഥം കിട്ടും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ, പൂർണ്ണകുംഭം തുടങ്ങിയിട്ടുള്ള എല്ലാ മംഗളവസ്തുക്കൾക്കും മംഗളത്വം പ്രദാനം ചെയ്യുന്ന അമ്മേ, അവിടേക്ക് നമസ്കാരം. മംഗ്യതേ ഗമ്യതേ അനേന ലക്ഷ്മീരിതിഹി മംഗളം. ഐശ്വര്യദായകമായ വസ്തുവാണ് മംഗളം. അവയ്ക്ക് ആ മംഗളത്വം നൽകുന്നത് അമ്മയാണ്. ശിവേ രക്ഷാസ്വരൂപിണി, രക്ഷാസ്വരൂപിണിയായ എൻ്റെ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. സർവാർത്ഥസാധികേ, എല്ലാ പുരുഷാർത്ഥങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്ന അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. ശരണ്യേ, ശരണം പ്രാപിക്കുന്നവരിൽ കനിവുള്ള എൻ്റെ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. ത്രയംബകേ, ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായി അവിടുന്ന് വിവിധങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കുമ്പോൾ 3 കണ്ണുകളുള്ള ദേവി, എൻ്റെ അമ്മേ, അവിടേക്ക് നമസ്കാരം. നാരായണീ നമോസ്തുതേ, നാരായണിയായ അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. ഓം ശിവമൂർത്യൈ നമഃ. ഓം ഓം ഹ്രീം ശിവമൂർത്യൈ നമഃ. അർദ്ധനാരീശ്വര രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത്. ദേവി മാഹാത്മ്യത്തിലെ നാരായണീയ സ്തുതിയിലെ ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ള മന്ത്രം ചേർത്ത് ജപിക്കുകയും 7 പ്രാവശ്യം വീതം എഴുതി കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യാം. മഹാകാമേശ്വരൻ്റെയും ലളിതാ ത്രിപുരസുന്ദരീ ദേവിയുടെയും കാരുണ്യാമൃത വർഷം കണക്കില്ലാതെ കിട്ടുന്ന മഹാമന്ത്രങ്ങളാണ് ഇവയെല്ലാം. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രങ്ങൾ ചൊവ്വ, വെള്ളി, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ജപിക്കുക. ദാരിദ്ര്യം മാറിക്കിട്ടും. ശ്രീചക്രത്തിനു മുന്നിലോ 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുന്നിലോ അല്പം സിന്ദൂരം എടുത്തു വച്ച് അതിൽ മോതിരവിരൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. ഇങ്ങനെ ചെയ്ത ശേഷം ആ സിന്ദൂരം തൊട്ടുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും ഒരിക്കലും പരാജയമുണ്ടാവില്ല.
ഭാര്യയും ഭർത്താവും ചേർന്ന് 21 പ്രാവശ്യം ഈ മന്ത്രം പരസ്പരം അഭിമുഖമായിട്ടിരുന്ന് ജപിക്കുക. അവർ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുന്നു. സുഖകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. ശുദ്ധമായ കുങ്കുമവും ശുദ്ധമായ ഭസ്മവും സമം ചേർത്ത് 5 തിരിയിട്ട നിലവിളക്കിനു മുന്നിലോ ശ്രീചക്രത്തിനു മുന്നിലോ വയ്ക്കുക. ഈ 5 മന്ത്രങ്ങളും കഴിയുന്നത്ര പ്രാവശ്യം ശിവരാത്രി ദിവസം രാവിലെയോ വൈകുന്നേരമോ ജപിക്കാം. മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് വേണം ജപിക്കാൻ. അടുത്ത ശിവരാത്രി വരെ ഉപയോഗിക്കുന്നതിനായി ഇത് സൂക്ഷിച്ചു വയ്ക്കാം. ഈ ദിവ്യമായ ശിവപാർവതി പ്രസാദം ഏത് കാര്യത്തിനും ഉത്തമമാണ്. കൊച്ചുകുട്ടികളെ ഇത് തൊടുവിച്ചാൽ ബാലരക്ഷായന്ത്രം പോലെ അത് സുരക്ഷ നൽകുന്നു. യാത്രാവേളയിൽ ഇത് തൊട്ടുകൊണ്ടുപോയാൽ ഉറപ്പായും കാര്യസാധ്യമുണ്ടാവും. ഓരോ മന്ത്രവും 101 പ്രാവശ്യത്തിൽ കുറയാതെ ജപിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് നൽകുന്ന ഫലം പ്രവചിക്കുവാൻ പറ്റാത്തതാണ്. ഭഗവാനും ഭഗവതിയും ഈ പ്രസാദം ധരിക്കുന്നവരുടെ ഇരുവശത്തായി നിന്ന് അക്ഷരമ്മമാരെപ്പോലെ സുരക്ഷ നൽകുന്നു. ശുദ്ധമായ ഭക്തിയോടെ ഈ 5 മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് 1000 ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഫലമാണ് ലഭിക്കുക. ജഗന്മാതാവും ജഗൽപിതാവും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മേ, അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.